അരുൺ, ഈ കുട്ടികളെ കണ്ടെത്തിയത് ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അതിൽ റഹീം എന്ന് പറയുന്ന യുവാവിന്റെ ഇടപെടൽ, അതായത് പോലീസ് ഈ റഹീമിനെ കൊണ്ട് ആണല്ലോ ഈ കുട്ടികളെ വിളിപ്പിക്കുന്നതും. അപ്പോൾ ഈ അന്വേഷണത്തിൽ കുട്ടികളിലേക്ക് എത്തിച്ചേരാനായിട്ട് റഹീം പോലീസിനെ സഹായിച്ചിട്ടുണ്ട്. റഹീം പറഞ്ഞതനുസരിച്ചിട്ടാണ് ഇവർ ഈ സ്ഥലത്ത് ഇറങ്ങുന്നതും, അല്ലെ? അതെ, റഹീം പോലീസിന്റെ അന്വേഷണ പരിധിയിൽ തന്നെ എത്തിയിരുന്നു. കാരണം കൃത്യമായി തന്നെ പോലീസ് അതിലേറ്റവും നിർണായകമായത് ഇവരുടെ ഫോണിലേക്ക്, രണ്ടുപേരുടെയും ഫോണിലേക്ക് അവസാനമായി വിളിച്ചത് ഒരു നമ്പറിൽ നിന്നാണ്. അങ്ങനെയാണ് റഹീം അസ്ലം എന്ന എടവണ്ണ സ്വദേശിയിലേക്ക് പോലീസ് എത്തുന്നത്. കൃത്യമായി റഹീമിന്റെ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണെന്ന് കണ്ടെത്തി. അങ്ങനെ റഹീമിന്റെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. അങ്ങനെ റഹീമുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ റഹീം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. റഹീം പറഞ്ഞത്, അതായത് ഇവരിങ്ങനെ വീട് വിട്ട് ഇറങ്ങിയതാണ്, ഇങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ പരിചയപ്പെട്ടതാണ്. അങ്ങനെ റഹീമുമൊത്താണ് ഇവർ, കോഴിക്കോട് നിന്നാണ് റഹീം ഇവർക്കൊപ്പം ചേരുന്നത്. റഹീം മുംബൈയിലേക്ക് ഇവർക്കൊപ്പം പോയി. പക്ഷേ പിന്നീട് ഈ ബ്യൂട്ടി പാർലറിലേക്കും സലൂണിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് റഹീം അപ്പോൾ ഉണ്ടായിരുന്നില്ല. റഹീം പിന്നീട് ഇവരെ വീണ്ടും കണ്ടു. അതിനുശേഷം ഇവരെങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ് വലിയ ചോദ്യമായി ഇരുന്നത്. ഈ ബ്യൂട്ടി പാർലറിന്റെ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു. മുംബൈയിലാണ് ഉള്ളത് എന്നൊരു സ്ഥിരീകരണത്തിൽ നമ്മളെത്തി. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ അവശേഷിച്ചത്. ഇനി എന്താണ് എന്നൊരു ചോദ്യമായിരുന്നു അവിടെ അവശേഷിച്ചത്. ആ ചോദ്യചിഹ്നം നിലനിൽക്കെ തന്നെയാണ് ഇത്തരത്തിൽ അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഇവർക്ക്, പോലീസിനും അന്വേഷണ സംഘത്തിനും മലയാളി പ്രവർത്തകർക്കും ഒക്കെ സാധിച്ചത്. അത് കൃത്യമായി തന്നെ ഈ ഒരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അത് ഈ റഹീം അസ്ലം പോലീസിന് പല വിവരങ്ങളും കൈമാറുന്നുണ്ടായിരുന്നു. പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ തന്നെ റഹീം അസ്ലം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഓരോ തവണ ബന്ധപ്പെടുമ്പോഴും പോലീസിന് ഇയാൾ വിവരങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. അതേസമയം ഈ പെൺകുട്ടികൾ ഒരു തവണ കൂടി റഹീം അസ്ലത്തിനെ വിളിച്ചു എന്നൊരു വിവരം കൂടി ഇന്നലെ രാത്രി നമുക്ക് ലഭിച്ചിരുന്നു. നേരത്തെ ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പല അനുമാനങ്ങളാണ് നമ്മുടെ മനസ്സിലേക്കൊക്കെ കടന്നു വരുന്ന, പല ചിന്തകളിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും അത്തരത്തിലുള്ള അനുമാനങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കൃത്യമായ ഒരു ചിത്രം തെളിയണമെങ്കിൽ ഇവരെ കണ്ടു കിട്ടണമായിരുന്നു എന്നുള്ളതാണ് അപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ 2 മണിക്കൂറിനുള്ളിൽ, ഏകദേശം 2 മണിയോട് കൂടിയാണ് ഇവരെ ലോണാവാല സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തുന്നത്. മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിലാണ് പൂനെക്ക് അടുത്തുള്ള ലോണാവാലെ സ്റ്റേഷനിൽ നിന്ന് RPF ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെത്തി ഇവരെ കണ്ടെത്തുന്നത്. അങ്ങനെ ഇവരെ പൂനെയിലെ RPF സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് താനൂർ പോലീസ് കൃത്യമായി, അപ്പോൾ തന്നെ ഡിവൈഎസ്പിയുടെ പ്രതികരണം നമ്മൾ ഫോണിൽ തന്നെ നമുക്ക് ലഭ്യമായിരുന്നു. ഡിവൈഎസ്പി വലിയ ഒരു ആശ്വാസം പങ്കുവച്ചു. ഇനി അത്തരത്തിലുള്ള ഒരു പോലീസ് സേനയുടെ ഉൾപ്പെടെ നാട്ടുകാരുടെയും മുംബൈ മലയാളികളുടെയും ഒക്കെ കൂട്ടായ പ്രവർത്തനമായി തന്നെ അതിനെ പ്രശംസിക്കുകയും ഡിവൈഎസ്പി ചെയ്തു. കാരണം മലയാളികൾക്കൊക്കെ നമുക്ക് എവിടെ ഓരോ തവണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നു. കൊല്ലം ഓയൂരിലെ ആ സംഭവം നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിൽ ഈ അടുത്ത് എറണാകുളത്തെ സംഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരത്തിൽ കുട്ടികളൊക്കെ കാണാൻ നെഞ്ചിടിപ്പോടെയാണ് കേരളം കാത്തിരിക്കാറ്. അങ്ങനെ കുട്ടികളെ കണ്ടെത്തി എന്ന് പറയുന്ന ഒരു ആശ്വാസത്തിനായി നമ്മൾ കാത്തിരിക്കാറ്. ആശങ്കയുടെ പല മണിക്കൂറുകളും കടന്നാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. എങ്കിലും വലിയൊരു ആശ്വാസമുണ്ട്. പക്ഷെ ആ ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു, പല അനുമാനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയ നിമിഷങ്ങളായിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ട് വലിയൊരു ആശ്വാസത്തിന്റെ പുലരിയായി തന്നെ ഈ ദിനം മാറുകയാണ് എന്നുള്ളതാണ്. സുരക്ഷിതരായി തന്നെ കുട്ടികൾ താനൂരിലേക്ക് അവരുടെ രക്ഷിതാക്കളുടെ കയ്യിലേക്ക് എത്താൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്തെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടെങ്കിൽ ഉറപ്പായും അതിനെല്ലാം പരിഹാരം വേണം. അവരെ മാനസികമായി അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട സമയം കൂടിയാണ്. എന്തായാലും അത്തരത്തിൽ അവരെ ചേർത്ത് നിർത്തേണ്ട അനിവാര്യത കൂടിയാണ്. തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി ഒപ്പം ചേർത്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാലത്തിന്റെ സന്ദേശമായി തന്നെ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഒരു അനുഭവ പാഠം കൂടിയാണ് കേരളത്തിന് മുന്നിലുള്ള ഒരു അനുഭവ പാഠം കൂടിയായി ഈ സംഭവം മാറുകയാണ് എന്നുള്ളത്